നമ്മളിതാണ്ട് പയറാണ് തോരൻ വെക്കുന്നത്. പയറും ക്യാരറ്റും കൂടെ. പയർ നമ്മളല്ലാതെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ചോപ്പറിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ദാണ്ട് ഇവിടെ സബോളയും കൂടെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തോരനുണ്ടാക്കാൻ തുടങ്ങാം. അരപ്പിന് എന്നാക്കെയാമ്മേ ഒന്ന് പറഞ്ഞേമ്മേ. നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഒരു മുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, കാന്താരിയാണ്. ഒരു 8-9 കാന്താരിയുണ്ട്. കാന്താരി അത് നമ്മൾ ഈ ക്യാരറ്റും കൂടെ ഇട്ടത് കാരണം നമ്മൾ ഇത്രയും കാന്താരി ഇട്ടേ അല്ലേ. ക്യാരറ്റിനൊരു മധുരം ഉണ്ടല്ലോ. പിന്നെ സബോളയുടെ മധുരമുണ്ട്. അതെ അതെ. പിന്നെ മഞ്ഞപ്പൊടി. അപ്പോൾ അത്രയും ഇട്ട് ചതച്ചെടുക്കണം അല്ലേ. അപ്പം ചതച്ചെടുത്തിട്ട് നമുക്ക് കാണാവേ. ഇത്രയും മതി അല്ലേ മേ? അത്രയും മതി. ഒന്ന് ക്രഷ് ചെയ്ത് അല്ലേ. ക്രഷ് ചെയ്ത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഈ പാത്രത്തിലെടുത്തിട്ട് നമുക്ക് കാണിക്കാവേ. ഇതാ ഈ പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുത്തിട്ട് വന്നേക്കുന്നത് അല്ലേ. അതെ, ഇതിന് തോരൻ എങ്ങനെയാ ചതയ്ക്കുന്നതെന്നുള്ളത് അറിയാം. ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുക. ഇപ്പൊ പുതിയതായിട്ട് പാചകം തുടങ്ങുന്ന പിള്ളേർക്ക് അതൊന്ന് കണ്ടുപഠിച്ചിരിക്കാം. അതെ അതെ. നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്കുകയാണല്ലേ മേ? അതെ. കുറച്ചെണ്ണ മതി അല്ലേ? കുറച്ചെണ്ണ മതി. കാരണം എണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയും കൂടെ. അതെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ട് കോമഡി. ലോക്കറിനകത്ത് എണ്ണയും തേങ്ങയൊക്കെ വെച്ചേക്കുന്നത് എന്ന് ഭർത്താവിനോട് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു അടപ്പിൽ എണ്ണ കൊടുക്കുന്നു ഭാര്യയ്ക്ക്. എണ്ണ ചൂടായി. കടുകിടുവാണേ. കടുക് കൂട്ടി സബോള ഇടുവാണ്. അപ്പൊ ഇവൻ എവിടെ ഇരിക്കുമെന്ന് അറിയത്തില്ലല്ലോ. അതെ, ഞങ്ങള് വീട് എടുക്കാൻ തുടങ്ങി. ഇവനെ പാത്ത് വെച്ചിരുന്നോണ്ടോ ഞങ്ങള് എടുക്കുന്നത്. ഇവനെ എടാ കോപ്പിറൈറ്റ് കിട്ടുവാടാ നിന്റെ പാട്ടില്. അടുപ്പം ഭാഗത്തെ കയറി ഇരിക്കുവാണേ. പാചകം ചെയ്യാൻ കയറി ഇരിക്കുവാണ്. നീട്ടി വെച്ചിരിക്കുവാണേ. അവന് മണം അടിച്ചിട്ടല്ലേ ഇവിടെ. മണം അടിച്ചതാണ്ടേ. ഇനി ഓരോ സാധനങ്ങൾ തപ്പലും എടുക്കലുമാണ് അവൻ്റെ ഇനിയും പരിപാടി. കാപ്പി ഉണ്ടാക്കാൻ പോവാണോ? മാറിയിരിക്കേ. അല്പം ഉപ്പിടുവാണേ. അയ്യോ, നമ്മൾ സബോള ഇട്ടായിരുന്നല്ലേ. സബോള ഇട്ടെന്ന് പറഞ്ഞല്ലോ. ആണോ? ഇവൻ വന്നപ്പോ എന്റെ കോൺസെൻട്രേഷൻ ഇവനിലായിപ്പോയി. നമ്മുടെ സബോളയൊന്ന് വഴന്ന് വരട്ടെ അല്ലേ. വഴന്നു അത് മതി, എത്രയും മതി. ഞാൻ അരപ്പിടുവാണ് ഇതിലേക്ക്. സാധാരണ ഇത് വെന്ത് കഴിഞ്ഞിട്ടല്ലേ അരപ്പിടുന്നത്? അല്ല, ഇതിപ്പോ ഇങ്ങനെ ഒന്ന് അരപ്പ് അതിനകത്തൊന്ന് കിടന്ന് ഇതായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇടുവാണ്. അപ്പൊ അതൊന്ന് അല്ലേ, അതൊന്ന് പച്ചമണച്ച് തേങ്ങയുടെ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പയറും ക്യാരറ്റും കൂടെ ഇടുവാണേ. അതെ, എല്ലാരും ഇത് പയറൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർക്കുന്നേ. ഞാനത് അതെ. അപ്പൊ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പൊ എങ്ങനെയുണ്ട്? ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ അല്ലേ? അതെ, നല്ലതാണോ? കരിവേപ്പില ഇടുവാണേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലേ. ഒരു അത് വേകാനൊരു ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഒന്ന് വേകണമല്ലോ. അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തേ. കുറച്ച് വെള്ളം അല്ലേ. ഇനി നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെക്കണ്ടേ? വേണം, അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. അതെ, നമ്മളിത് തട്ടിപ്പൊത്തി വെച്ച്. പിന്നെ ക്യാരറ്റിനൊക്കെ ഒരു ശകലം വേഗം ഉണ്ടല്ലോ. അതെ, ഇത് പോരാഞ്ഞ് ചോപ്പർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് വേകുകയും ചെയ്യും. എന്നാലും ഒന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ആവി വെള്ളമൊക്കെ
അല്ലേ? ഇറങ്ങി ഒന്ന് വേകട്ടെ. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. തീ കുറച്ചാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഒന്നുകൂടെ നമുക്ക് അടച്ചു വെക്കാം. ഇതാ കൂട്ടുകാരെ, നമ്മളുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തോരൻ ഇഷ്ടമാകും കേട്ടോ. നല്ല ഉപ്പൊക്കെ നമുക്ക് കുറച്ചുകൂടെ വേണമായിരുന്നു, കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ സബോള വഴറ്റിയപ്പോഴത്തേക്ക് ചെറിയതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുത്തതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നെ തോരൻ്റെ പരിപാടി ഏൽപ്പിച്ചിട്ട് അമ്മ മുങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്